ഓണക്കാലത്തെ പാലക്കാടൻ സ്പെഷ്യലാണ് തിരുവോണം നാളിലും ഔട്ടനാളിലും നടക്കുന്ന ഓണത്തല്ല്. നാട്ടുരാജനെ ചതിച്ചു കൊലപ്പെടുത്തിയതിൻ്റെ പകരം വീട്ടാൻ ദേശവാസികൾ പോറ് വിളിച്ചതിൻ്റെ സ്മരണ പുതുക്കലാണ് പലശനക്കാർക്ക് ഓണനാളുകളിലെ ഈ ഓണത്തല്ല്. ഇന്ന് പുതിയകാവിൽ ഔട്ടത്തല്ല് നടക്കും. ഇക്കുറിയും പതിവ് തെറ്റിയില്ല. തിരുവോണ സദ്യ കഴിഞ്ഞ് ഓണത്തല്ലുകൂടി കണ്ടാലേ പാലക്കാട്ടുകാർക്ക് ഓണം പൂർത്തിയാകൂ. കേട്ടറിവ് മാത്രമുള്ള തല്ലുമാല നേരിൽ കാണാൻ ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകളെത്തി. നാട്ടുരാജാവായിരുന്ന കുരൂർ നമ്പിടിയെ അയൽ നാട്ടുരാജാവ് ചതിച്ചു കൊന്നതിൽ രൂക്ഷം പൂണ്ട ദേശവാസികൾ പ്രതികാരം തീർക്കാൻ ശത്രു രാജാവിനെതിരെ പോർവിളി നടത്തിയെന്ന് ഓണത്തല്ലിന്റെ ചരിത്രം. ഒരു യുദ്ധസ്മരണ പുതുക്കലാണ് ഇത്. അതായത് ഞങ്ങളുടെ ഒരു നാട്ടുരാജാവുണ്ടായിരുന്നു. ആ നാട്ടുരാജാവിനെ ചതിയിൽ കൊലപ്പെടുത്തിയതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ. അപ്പം അതിനെതിരെ, ആ ചതിയിൽ കൊന്നതിനെതിരെ ഞങ്ങൾ ദേശവാസികൾ എല്ലാവരും കൂടെ അന്ന് അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു യുദ്ധം അന്ന് അതിൻ്റെ ഒരു സ്മരണ പുതുക്കലാണ് ഇത് എല്ലാം ഓണത്തല്ലായിട്ട്. അവിട്ടം നാളിൽ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ തല്ലു നടക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമാകുന്നത്. പല്ലശ്ശേരിയിലാണ് ഈ തല്ലുമന്നം, തല്ലുന്ന പറമ്പ്, അതാണ് തല്ലുമന്നം എന്ന് പേര് വന്നത്. ഈ തല്ലുമന്ന് മൈതാനിയിൽ എല്ലാവരും ഒരു മനസ്സോടുകൂടി വേറെ ഒരു ഭാഗത്തും ഓണത്തിന് കേട്ടുകേൾവിയില്ലാത്ത നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടാണ് ഇവിടെ ഞങ്ങൾ തല്ല് നടത്താറുള്ളത്. തല്ല് കഴിഞ്ഞാൽ നായകർ പടയാളികളെ എണ്ണിത്തിട്ടപ്പെടുത്തി വിജയം ആഘോഷിക്കും. അവിട്ടത്തല്ല് കഴിഞ്ഞാൽ പിന്നെ കുളത്തിലേക്ക് എടുത്തു ചാടും. പുതിയകാവ് ക്ഷേത്രത്തിലെ ശയന പ്രദക്ഷിണത്തോടെയാണ് ഓണത്തല്ലിന് സമാപനമാകുന്നത്. 24 പാലക്കാട്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് കെ അനിൽകുമാർ വിശേഷം അറിയിക്കുന്നു. ജയ്പൂരിൽ തിരുവോണ നാളിൽ ബനാന ലീഫ് റെസ്റ്റോറൻറ്റ് കേരള മോഡലിൽ ഓണസദ്യ ഒരുക്കിയെന്നാണ് പറയുന്നത്. മുംബൈയിൽ നിന്ന് ഒരു ഷെഫിനെയൊക്കെ ഇറക്കിയാണ് അവർ ജയ്പൂരിൽ ഓണസദ്യ നടത്തിയത്. പല ആളുകളും ഇപ്പോൾ ഓണസദ്യ ഒരുക്കുന്ന തിരക്കിലാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുകയാണ്.